മോർണിംഗ്. അപ്പോൾ ഇന്ന് നമ്മൾ പൈപ്പ് ക്ലീനർ വെച്ചിട്ട് മൾട്ടി കളേർഡ് ആയിട്ടുള്ള ഒരു ഹെയർ ബാൻഡോ ഒരു ഹെയർ ക്ലിപ്പോ എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു കുഞ്ഞൊരു മോഡലാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. ആക്ച്വലി ഇതെൻ്റെ ഓൺ ഡിസൈൻ എന്ന് വേണമെങ്കിൽ പറയാം. മൾട്ടി കളർ എല്ലാവരും യൂസ് ചെയ്യുന്നതാണ്. പക്ഷേ ഈ ഒരു മോഡലിൽ ഈ ഒരു മെറ്റീരിയലും കൊണ്ട് ആരും ഈ ഒരു ഡിസൈൻ ചെയ്തിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഞാൻ നോക്കിയപ്പോൾ കണ്ടതുമില്ല. അതുകൊണ്ട് തന്നെ എന്താണ്, ഇത് എൻ്റെ ഓൺ ഡിസൈനാണ് കേട്ടോ. അപ്പോൾ നമ്മൾ പൈപ്പ് ക്ലീനർ എടുത്തിട്ട് ഇങ്ങനെ എം പോലെ ഇങ്ങനെ നമ്മൾ മടക്കിയിട്ട് കൊണ്ടുവരികയാണ് ചെയ്യുന്നത്. അതിനുശേഷം നമ്മൾ മടക്കിയ ആ ഒരു എമ്മിൻ്റെ ആ ഒരു എൻഡല്ല ഒരു കൂർപ്പിച്ച ഒരു ഭാഗം ഉണ്ടല്ലോ, അത് നമ്മളിങ്ങനെ ബാക്കിലോട്ട് മടക്കി ഇങ്ങനെ ഒന്ന് പ്രസ് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് ബാക്കിലേക്ക് ഒന്ന് മടക്കി കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെ ഒരു പോലെ അല്ലെങ്കിൽ ഒരു കൊളുത്ത് പോലെ ഒരു ഷേപ്പിലേക്ക് നമ്മൾ ആക്കി കൊടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. അതിനുശേഷം നമുക്കിത് ജസ്റ്റ് ഒന്ന് വലിച്ചു കൊടുക്കണം. വലിച്ചു കൊടുത്താൽ നമുക്ക് കുറച്ചൊന്ന് എന്താ പറയുക ഒരു ലെങ്ത്തിൽ കിട്ടും. അപ്പോൾ എന്നിട്ട് ഇതിലേക്ക് നമ്മളിങ്ങനെ ഒട്ടിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഗമ്മ് വെച്ചിട്ട് നമുക്ക് ഒട്ടിച്ചു കൊടുക്കുകയാണ് ചെയ്യേണ്ടത് കേട്ടോ. അപ്പോൾ അതാ ഒരു ഫ്ലവറിൻ്റെ ഷേപ്പിൽ തന്നെ ഇതിപ്പോൾ കിട്ടിയിട്ടുണ്ട്. ഇതിൻ്റെ സെൻറ്ററിൽ ഞങ്ങൾക്ക് ഇനി പോളനോ ബീഡ്സോ എന്ത് വേണമെങ്കിലും സെറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതുപോലെ കുറേ കളേഴ്സ് ഞാൻ എന്തായാലും ചെയ്തെടുക്കുന്നത്, എൻ്റെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ള കളേഴ്സൊക്കെ ഞാൻ ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. കുറച്ച് ഫ്ലവേഴ്സ് നമ്മൾ ചെയ്തെടുക്കുന്നുണ്ട്. ഇത് ഒട്ടിക്കിട്ടാൻ കുറച്ച് പാടാണ്. ഈ 8000 അതുപോലെ തന്നെ ഫെവി ബോണ്ട് ആണെങ്കിൽ ഗ്ലൂ ഗൺ ആണെന്നുണ്ടെങ്കിൽ ടക്കെന്ന് തന്നെ ഞങ്ങൾക്ക് ഒട്ടിക്കിട്ടും കേട്ടോ. അപ്പം ഞാൻ ഒരു 2-3 കാണിച്ചു തന്നാലല്ലേ ഞങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. അപ്പോൾ അതാണ് ഞാൻ വീണ്ടും ഒരു വൈറ്റും കൂടെ കാണിച്ചു തരുന്നത്. കണ്ടില്ല, ഇങ്ങനെ നമ്മൾ സെഡ് പോലെ ഇങ്ങനെ മടക്കി പോവുകയാണ്. വേണമെങ്കിൽ പാമ്പ് പോലെ എന്നൊക്കെ പറയാം. ഇങ്ങനെ മടക്കിയിട്ട് നമ്മൾ മടക്കുന്ന സമയത്ത് നന്നായിട്ട് ഇങ്ങനെ നന്നായി കൂട്ടി പിടിച്ചിട്ട് തന്നെ മടക്കുക. ഇപ്പം കണ്ടില്ലേ, ഇതുപോലെ മടക്കി കഴിഞ്ഞതിന് ശേഷം ഇങ്ങനെ വലിച്ചു വിടുക ചെയ്യണത് കേട്ടോ. നമ്മളൊരു 7 മടക്ക് നമ്മൾ ഇതുപോലെ മടക്കിയതിന് ശേഷം ഒന്ന് വലിച്ചു വിട്ടിട്ട് ഇതുപോലെ ബാക്കിലേക്ക് ഒരു കൊളുത്ത് രൂപത്തിലേക്ക് ഇങ്ങനെ ആക്കി കൊടുക്കുക. ഇങ്ങനെ ജസ്റ്റ് ഒന്ന് ചെറുതായിട്ടൊന്ന് ഇങ്ങനെ മടക്കി കൊടുക്കുക, ഒന്ന് പ്രസ് ചെയ്യുക, ഒന്ന് മടക്കി കൊടുക്കുക കേട്ടോ. അപ്പം നമുക്ക് എന്താണ് ഒരു ഇങ്ങനെ കറക്റ്റ് ആ ഒരു ഇങ്ങനെ ബാക്കിലേക്ക് നിൽക്കുന്ന പോലെ വരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ജസ്റ്റ് ഇങ്ങനെ ഒന്ന് മടക്കി കൊടുക്കണത്. അപ്പോൾ ഇതുപോലെ ആക്കിയിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ആ 2 എൻഡ് വരുന്ന ആ ഭാഗത്തിൽ വന്നിട്ട് നമ്മൾ ഗം അപ്ലൈ ചെയ്തതിന് ശേഷം നമ്മൾ ഒട്ടിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇനി വൈറ്റും ചെയ്തു, റെഡും ചെയ്തു. ഇനി അടുത്തത് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഓറഞ്ച് കളറാണ്. ഓറഞ്ച് കളർ നമ്മൾ ഇതുപോലെ തന്നെ മടക്കി കൊടുത്തതിന് ശേഷം നമ്മുടെ നമ്മൾ ഫ്ലവേഴ്സൊക്കെ ചെയ്തെടുത്തല്ലോ, അതുപോലെ തന്നെ മടക്കി കൊടുത്തിട്ട് ജസ്റ്റ് കൊളുത്തു പോലെ ഒന്ന് മടക്കുക. എന്നിട്ട് നമ്മളൊന്ന് വലിച്ചു വിടുക, എന്നിട്ട് ഒട്ടിക്കുക. അത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഈ ഒരു മെറ്റീരിയൽ നിങ്ങൾക്ക് ആമസോൺ, ഫ്ലിപ്കാർട്ടിലൊക്കെ അവൈലബിൾ ആണ്. അതുപോലെ തന്നെ ഓൺലൈൻ സ്റ്റോറുകളിലൊക്കെ അവൈലബിൾ ആണ്. നിങ്ങൾ സെർച്ച് ചെയ്തിട്ട് മെറ്റീരിയൽ എവിടെ നിന്നാണ് നിങ്ങൾക്ക് വില കുറവിൽ കിട്ടുന്നത് അവിടെ നിന്ന് വാങ്ങിക്കാൻ വേണ്ടി നോക്കുക കേട്ടോ. അപ്പോൾ ഇതുപോലെ നമ്മളെല്ലാം ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് ഇതിൽ ഞാൻ യൂസ് ചെയ്യണത് ഗ്ലൂ ഗണ്ണാണ്. അപ്പോൾ ഗ്ലൂ ഗണ്ണാണെന്നുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ ഒട്ടി കിട്ടുകയും ചെയ്യുള്ളൂ. അതുപോലെ തന്നെ നമ്മൾ ഫസ്റ്റ് ഉണ്ടാക്കുന്ന എല്ലാ മോഡൽസും എൻ്റെ മക്കൾക്കാണ് പോകാറ്. ബിക്കോസ് നമ്മൾ ഫസ്റ്റ് ഉണ്ടാക്കുമ്പോൾ ചെറിയ മിസ്റ്റേക്കും കാര്യങ്ങളൊക്കെ അതിൽ വരാൻ ചാൻസ് വളരെ കൂടുതലാണ്. എനിക്ക് തന്നെ ചിലതൊന്നും വരാറില്ല, പക്ഷേ എങ്കിൽ കൂടെ മിസ്റ്റേക്ക് വരണ്ടാലോ എന്ന് വെച്ചിട്ട് ഞാൻ ഫസ്റ്റ് ഉണ്ടാക്കിയത് എങ്ങനെയായാലും ഞാൻ എൻ്റെ മക്കൾക്കാണ് കൊടുക്കാറ് കേട്ടോ. അപ്പോൾ നമ്മൾ ഇത്രയും കളേഴ്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് നമ്മൾ സെൻറ്ററിലേക്ക് ബീഡ്സ് ആണ് വെച്ച് കൊടുക്കാൻ പോണത്. പിന്നെ ഇതൊക്കെ ഒട്ടിച്ചെടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എൻ്റെ കയ്യിൽ ഫെൽറ്റ് ഷീറ്റ് ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഗിൽട്ടർ ഫോം ഷീറ്റിൻ്റെ ഒരു കഷ്ണം തന്നെ, ഒരു പീസ് തന്നെയാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഫെൽറ്റർ ഷീറ്റ് ആണെങ്കിൽ കുറച്ചുകൂടെ ബെറ്റർ ആയിരിക്കും. കണ്ടില്ലേ, ഗ്ലൂ ഗൺ ഇതുപോലെ നമ്മൾ ഒരറ്റത്താക്കിയിട്ട് ഇങ്ങനെ വെച്ച് ജോയിൻറ്റ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. ഇതൊക്കെ കണ്ടോ, ഇങ്ങനെ ജോയിൻറ്റ് ചെയ്ത് കൊടുക്കുക. ജസ്റ്റ് ഞങ്ങളൊന്ന് പ്രസ് ചെയ്ത് പിടിക്കുക. ഗ്ലൂ ഗണ്ണ് ചൂടുണ്ടാവും, പിടിക്കുന്ന സമയത്ത് ശ്രദ്ധിക്കുക, കയ്യിൽ ഒട്ടാനുള്ള ചാൻസ് ഒക്കെ വളരെ കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒട്ടിക്കഴിഞ്ഞാൽ ചെറിയൊരു നമുക്ക് പൊള്ളുമ്പോൾ ഇങ്ങനെ വേദന ഉണ്ടാവും. ആ ഒരു വേദന തന്നെ ഗ്ലൂ ഗണ്ണിൻ്റെ ആ ഗ്ലൂ കയ്യിലായിക്കഴിഞ്ഞാൽ ഉണ്ടാവും കേട്ടോ. അപ്പം ഇതുപോലെ ഒട്ടിച്ചു കൊടുത്തതിന് ശേഷം ജസ്റ്റ് ആ ഒരു അടിവശം വന്നിട്ട് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് പിടിക്കുക. എന്നിട്ട് നമ്മുടെ ഇതളുകളൊക്കെ ഒന്ന് ബാക്കിലേക്ക് ആക്കി കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇതുപോലെ നമ്മുടെ എല്ലാ ഫ്ലവേഴ്സും ഞങ്ങൾ ചെയ്തെടുക്കുക കേട്ടോ. കണ്ടപ്പോൾ ഒരു ഫ്ലവറിൻ്റെ ഒരു ഇതിലായില്ലേ. എന്നിട്ട് ബാലൻസ് വരുന്ന ആ ഒരു ഭാഗം നമ്മൾ കട്ട് ചെയ്ത് കളയണം. ആ നീണ്ടു നിൽക്കുന്ന ആ ഒരു ബാലൻസ് വരുന്ന ഭാഗം ഉണ്ടല്ലോ, അത് നമ്മൾ കട്ട് ചെയ്ത് കളയുക. ഇതിപ്പോൾ ഞാൻ എല്ലാം ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. അതിനുശേഷം നിങ്ങൾക്ക് എത്ര ഫ്ലവർ വേണമെങ്കിലും യൂസ് ചെയ്യാം കേട്ടോ. ഞാനിപ്പോൾ ഓരോ കളേഴ്സാണ് യൂസ് ചെയ്യണത്. ഈ ഒരു ബാക്ക് വശം നമ്മൾ എൻഡിൽ വെച്ചിട്ട് നമ്മൾ വെട്ടിക്കളയാണ് ചെയ്യണം. അതിൻ്റെ ഒരു കഷ്ണം പോലും നമുക്ക് ആവശ്യമില്ല. അതായത് ഈ ഒരു ഡിസൈനിന് നമുക്കിനി ആ ഒരു കഷ്ണം ആവശ്യമില്ല. അതുകൊണ്ട് തന്നെ ബാക്കി നമ്മൾ വെട്ടിക്കളയാണ് ചെയ്യുന്നത്. വെട്ടിക്കളഞ്ഞതിന് ശേഷം നമ്മുടെ ഫെൽറ്റ് ഷീറ്റ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫെൽറ്റ് ഷീറ്റിലേക്ക് നിങ്ങൾക്ക് എങ്ങനെയാണോ മനസ്സിൽ തോന്നുന്നത് ആ ഒരു രൂപത്തിൽ വേണമെങ്കിൽ ഒട്ടിച്ചു കൊടുക്കാവുന്നതാണ്. ഞാനിത് അങ്ങനെ ഒരു ഓർഡറിനൊന്നുമില്ല, അങ്ങനെ കണക്കാതെ ഒട്ടിച്ചു കൊടുക്കാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ ഇതുപോലെ നമ്മൾ കട്ട് ചെയ്തെടുത്തതിന് ശേഷം നമ്മുടെ
ഹെയർ ബാൻഡ് എടുത്തിട്ടുണ്ട്. വയർ ഹെയർ ബാൻഡിൽ നിങ്ങൾക്ക് എന്താണ് ഈ ഒരു പൈപ്പ് ക്ലീനർ വെച്ച് കവർ ചെയ്തതിന് ശേഷം അതിലേക്ക് ഒട്ടിച്ചു കൊടുക്കുന്നെങ്കിൽ ഒട്ടിച്ചു കൊടുക്കാം. പക്ഷെ ഞാനിത് ഈ ഒരു നോർമൽ മെറ്റൽ ഹെയർ ബാൻഡ് എടുത്തിട്ടുണ്ട്. അതെടുത്തതിന് ശേഷം നമ്മുടെ ഗിൽട്ടർ ഫോം ഷീറ്റിൻ്റെ ഒരു പീസ് നമ്മൾ ഇതിലേക്ക് വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതുപോലെ തന്നെ അടിവശവും നമ്മൾ കവർ ചെയ്ത് എടുക്കുന്നുണ്ട്. എന്നിട്ടാണ് നമ്മൾ ഇതിൻ്റെ മേലേക്ക് ഡിസൈൻ ഒട്ടിച്ചു കൊടുക്കാൻ പോകുന്നത്. നിങ്ങൾക്ക് എങ്ങനെയാണോ കംഫർട്ടബിൾ ആ രീതിയിൽ ചെയ്യാം. ചിലവർക്ക് ചിലപ്പോൾ ഈ ഒരു ഫോം ഷീറ്റിൽ ഒട്ടിച്ചതിന് ശേഷം ഫ്ലവേഴ്സൊക്കെ ഒട്ടിച്ചതിന് ശേഷമായിരിക്കും എന്താണ് ഹെയർ ബാൻഡിലേക്ക് ഒട്ടിക്കാൻ മേ ബി തോന്നുള്ളൂ. ചിലപ്പോൾ അതായിരിക്കും മറ്റുള്ളവർക്ക് എളുപ്പം. എനിക്കിങ്ങനെയാണ് ചെയ്യാൻ തോന്നിയത് കാരണം ഞാൻ ഇങ്ങനെ ചെയ്യുന്നേ ഉള്ളൂ. ഇങ്ങനെ തന്നെ ചെയ്യണമെന്ന് ഒരു നിർബന്ധമില്ല. നിങ്ങൾക്ക് എങ്ങനെയാണോ കംഫർട്ടബിൾ, നിങ്ങൾക്ക് എങ്ങനെയാണോ ഈസി, ആ ഒരു രീതിയിൽ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പോൾ ബാക്കിൽ ഗ്ലൂ ഗണ്ണൊക്കെ ഒട്ടിക്കുന്ന സമയത്ത് ഗ്ലൂ ഗണ്ണിൻ്റെ ആ ഒരു വൈറ്റ് കളറൊന്നും വരാതിരിക്കാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കുക. അതൊക്കെ വന്നു കഴിഞ്ഞാൽ ഭയങ്കര നീറ്റില്ലാത്ത രീതിയിലായി പോവും. അതുകൊണ്ടാണ്. ഇനി നമ്മുടെ ഓരോ ഫ്ലവർ വീതം ഞാൻ ഇതിലേക്ക് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഏത് ഫ്ലവേഴ്സ് വേണമെങ്കിലും ഫസ്റ്റ് സെക്കൻഡ് എന്നൊക്കെ ഒട്ടിച്ചു കൊടുക്കാം. എനിക്ക് അങ്ങനെയൊന്നും തോന്നിയില്ല. ഞാൻ ഓരോ കളർ എടുത്ത് ഒട്ടിച്ചു കൊടുക്കുന്നതേ ഉള്ളൂ. പിന്നെ ഈ ഫോം ഷീറ്റും ഈ പൈപ്പ് ക്ലീനറും നന്നായി ഒട്ടുന്ന സാധനമായതുകൊണ്ട് തന്നെ, അതായത് ഗ്ലൂ ഗണ്ണിലും അത്യാവശ്യം നന്നായിട്ട് ഒട്ടുന്ന സാധനമാണ്. പെട്ടെന്ന് അങ്ങനെ ഇളകി വരുമൊന്നുമില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് സിമ്പിളായിട്ട് വേഗം ടക്ക് ടക്കെന്ന് ഒട്ടിച്ച് പോകാവുന്നതേ ഉള്ളൂ. അതുപോലെ തന്നെ കുട്ടികളുടെ കയ്യിൽ കൊടുത്തു കഴിഞ്ഞാൽ അടർന്നു പോകുമോ അല്ലെങ്കിൽ കുട്ടികൾ പിടിച്ച് വലിച്ചാൽ പോകുമെന്നൊന്നുള്ള പേടിയൊന്നും വേണ്ട. അപ്പോൾ നല്ല സ്ട്രോങ് ആയിട്ട് തന്നെ അത് ഇരുന്നോളും. ഞാൻ സംസാരിക്കുന്നതിൻ്റെ ഇടയിൽ അപ്പോൾ ഒന്ന് വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. എല്ലാവരും ക്ഷമിക്കണം കേട്ടോ. എന്ത് ചെയ്യാനാണ് പറഞ്ഞ് ശീലമായി പോയി. അപ്പോൾ നമ്മളത് എല്ലാ ഫ്ലവേഴ്സും ഒട്ടിച്ച് വീണ്ടും അപ്പോൾ എല്ലാ ഫ്ലവേഴ്സും ഒട്ടിച്ച് കഴിഞ്ഞിട്ടുണ്ട്. അതിനുശേഷം ഇതിൻ്റെ സെൻറ്ററിലേക്ക് നമ്മുടെ ബീഡ്സ് ഒട്ടിച്ച് കൊടുക്കുകയാണ്, വൈറ്റ് കളറിലുള്ളത്. നിങ്ങൾക്ക് വേറെ ഏത് കളേഴ്സ് വേണമെങ്കിലും എടുക്കാവുന്നതാണ്. എനിക്ക് വൈറ്റ് ആയിരിക്കും കുറച്ചുകൂടെ ബെറ്റർ എന്ന് തോന്നിയത് കാരണം ഞാൻ വൈറ്റ് ഒട്ടിക്കുന്നതേ ഉള്ളൂ കേട്ടോ. അപ്പോൾ വൈറ്റ് ഫ്ലവേഴ്സ് ഇതുപോലെ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. വൈറ്റ് ഫ്ലവേഴ്സ് അല്ല, വൈറ്റ് ബീഡ്സ് നമ്മൾ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. നിങ്ങൾക്ക് ഇതിൻ്റെ കൂടെ ഗോൾഡ് എത്രമാത്രം സ്യൂട്ട് ആവുമെന്ന് എനിക്കറിയില്ല. ഗോൾഡും സിൽവറും പോളൻസോ ഇല്ലെങ്കിൽ ബീഡ്സോ നിങ്ങൾ ട്രൈ ചെയ്യാവുന്നതാണ്. ഇതിൽ ബീഡ്സ് ആകുമ്പോൾ കുറച്ചുകൂടെ കുട്ടികൾക്ക് കുറച്ചുകൂടെ ഭംഗി ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നിയത് കാരണമാണ് ഞാൻ വൈറ്റ് ആയിട്ട് കൊടുത്തത് കേട്ടോ. അപ്പോൾ ഇതിൽ എല്ലാത്തിലും നമ്മൾ ബീഡ്സ് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഫൈനൽ റിസൾട്ട് വന്നിട്ട് എല്ലാവർക്കും ഇഷ്ടമാവുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അതുപോലെ തന്നെ വീഡിയോസൊക്കെ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ വീഡിയോസൊക്കെ ഒന്ന് ലൈക്ക് ചെയ്ത് കാണുക. പുതിയ ആൾക്കാരെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്യണം കേട്ടോ. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത വീഡിയോസൊക്കെ ഒന്ന് ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്തൊക്കെ കാണുമ്പോഴാണ് എനിക്ക് കൂടുതൽ വീഡിയോസൊക്കെ ചെയ്യാനുള്ള ഒരു ഇൻട്രസ്റ്റ് വരുള്ളൂ. അപ്പോൾ നാളെ ഒരു വെറൈറ്റി വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും ബൈ. അതുപോലെ തന്നെ ഈ ഒരു മോഡൽ നിങ്ങൾക്കും ഉണ്ടാക്കിയിട്ട് സെയിൽ ചെയ്യാം. ഞാൻ കോപ്പിറൈറ്റും കാര്യങ്ങളൊന്നും കൊടുക്കില്ല കേട്ടോ. അപ്പോൾ എല്ലാവരും ഹാപ്പി ആയിട്ട് സന്തോഷമായിട്ട് ഇരിക്കുക.